ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ ജയിലിലിട്ടൊരു സംഭവം അത് പാർലമെന്റിലടക്കം വലിയ രീതിയിൽ ചർച്ചയാവുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ? അതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ നമുക്കറിയാം, ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായി, ഒഡീഷയിൽ തന്നെ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായി. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും അനുബന്ധ സംഘടനകളും അവരുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളും ഈ കാര്യത്തിൽ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുമിത്രാദികൾക്കൊപ്പം അവരെ സ്വീകരിക്കുന്നതിനെത്തിയ കന്യാസ്ത്രീകളെയാണ് കളവായ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഉയർത്തുകയാണ്. കോൺഗ്രസിൻ്റെ MP-മാർ പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, പൗരസ്വാതന്ത്ര്യം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കാൻ BJPക്കോ അവരുടെ സംഘടനകൾക്കൊന്നിനോ തന്നെ കഴിയുന്നതല്ല. ഈ വിഷയത്തിലുള്ള വ്യാപകമായ ജനങ്ങളുടേതായ പ്രതിഷേധത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചേരുകയാണ്. കേരളത്തിൽ BJP കാലങ്ങളായി ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ക്യാമ്പയിനുകളുമാണ് നടത്തുന്നത്. പക്ഷേ രാജ്യത്ത് ഇതിന് വിഭിന്നമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു സമീപനം ആത്മാർത്ഥമല്ലെന്നല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? അത് വളരെ വ്യക്തമല്ലേ. ക്രിസ്മസിന് കേക്കുമായിട്ട് അരമനകളിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുള്ളത്, മതവിദ്വേഷമാണുള്ളത്. പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസ അവകാശങ്ങളുടെയും ലംഘനമാണ് ആവർത്തിച്ച് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത്. ഗുജറാത്തും മണിപ്പൂരും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവർ മൗനം ഉപേക്ഷിക്കണം, അവർ വാതുറക്കണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതിലെ വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെൻറ് ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. RSSന്റെ പരിവാർ സംഘടനകളുടെ സെമിനാറിൽ കേരളത്തിലെ VC-മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യം ഇതെങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? അത് വളരെയേറെ പ്രതിഷേധാർഹമാണ്. അതിനോടൊരു കാരണവശാലും കോൺഗ്രസിന് യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസിലെ എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് യാതൊരു വിമർശനവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വീകാര്യതയുള്ള നിലപാടുകൾ തന്നെയാണ്. ശശി തരൂര് നിങ്ങൾക്കെല്ലാം അറിയാം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ട ഒരു കേസും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇറ്റ് ഈസ് അപ് ടു ദ കോൺഗ്രസ് ഹൈക്കമാൻഡ് ടു ഡിസൈഡ്, നോട്ട് മീ. MP രാജേഷ് പറഞ്ഞത് ഈ മോദിയെ പുകഴ്ത്തിയാൽ നടപടിയില്ല, പകരം LDF സർക്കാരിനെ ഒന്ന് പിന്തുണച്ചാൽ നടപടി എടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയ ആരോപണമാണ്. ആരാണ് മോഡിയെയും RSSനെയും പിന്തുണച്ചതും പിന്തുണ തേടിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദ മാഷോട് രാജേഷ് സംസാരിക്കട്ടെ.